നാടക മത്സരം UP വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തോലമ്പ്ര UP സ്കൂളാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. സർ, എങ്ങനെയായിരുന്നു ഈ ഒരു നാടകത്തിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഞാനിവിടെ വർഷങ്ങളായിട്ട് നാടകം ചെയ്യുന്ന ഒരാളാണ്. കാരണം ഏകദേശം ഒരു 14 വർഷമായെന്ന് തോന്നുന്നു. അതിലൊരു 11 വർഷം 12 വർഷം ഞാൻ തന്നെ ചെയ്തത്. ഇവർക്ക് സ്ഥിരമായിട്ട് ജില്ലയിലൊക്കെ സ്ഥിരം പ്രൈസ് കിട്ടുന്നതാണ്. 1-2 പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അധിക വർഷം പ്രൈസ് ഉണ്ടാവാറുണ്ട് ജില്ലയിൽ. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരുമല്ലോ, ഓരോ പ്രാവശ്യവും ചേഞ്ച് ആയി വരും. ഓരോ വർഷം പുതിയ പുതിയ നാടകങ്ങളാണ് ചെയ്യുന്നത്. പുതിയ സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്റ്റ് ചെയ്യും, അങ്ങനെ തന്നെ പോകുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട്? അല്ല, മക്കള് പിന്നെ നമുക്ക് സെലക്ഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ അറിയാലോ, കുട്ടികൾ ഏകദേശം നല്ല കുട്ടികളായിരുന്നു. നമുക്ക് പറയും, നമ്മൾ ഓരോ വർഷം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് മോശമാണെങ്കിൽ കുറച്ച് നന്നായി എന്ന് ഞാൻ ഇവരോട് തുടക്കത്തിലേ പറഞ്ഞു. മക്കളോടല്ല, ടീച്ചേഴ്സിനുണ്ട്, ഇതിന്റെ ചാർജുള്ള ടീച്ചേഴ്സ് ഉണ്ട്, HM ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം കുട്ടികൾ കുറച്ച് കുഴപ്പമില്ല, നല്ല മക്കളാണ്, നമുക്ക് ഇപ്രാവശ്യം ഒരു കളി കളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ അതിന്റെ പ്രതീക്ഷ അവർ കാത്തിട്ടുണ്ട്. എല്ലാവരും നല്ല എനർജി നാടകം ചെയ്തു, നല്ല മത്സരമായിരുന്നു. എങ്ങനെയായിരുന്നു, എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു ഇത് ഒന്നുമില്ല, നമ്മള് പിന്നെ സെറ്റർ ആയിരുന്നു നാടകം. സെറ്റർ എന്ന് പറഞ്ഞാല് പിന്നെ അക്ഷയപ്രകാശം, അക്ഷയപ്രകാശത്തിൽ നമ്മൾ കഥ പറഞ്ഞത്. അത് നമ്മുടെ ഒരു രാജാവും അതുമായിട്ട് സംഭവിച്ചിട്ടുള്ള സംഭവം പറഞ്ഞത്. അതായത് നമ്മളെ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ കുറിച്ച് തന്നെയാണ് അവരുടെ കുറെ നയങ്ങൾ. പിന്നെ അത് അങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് കുട്ടികളെ കൊണ്ട് പറയിക്കുന്ന രീതിയാണ് നാടകം. എന്ന് വെച്ചാൽ എപ്പോഴും കലഹിക്കുന്ന ആളാണ്. കലഹിക്കുക എന്നുള്ളതാണ് നാടകം. നമ്മളെ ലോകത്തോട് അല്ലെങ്കിൽ നാടിനോട് അല്ലെ രാജാവിനോട് കലഹിക്കുക. അതന്നെ ഈ നാടകത്തിൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഈ ഒരു നാടകത്തിന് ഫസ്റ്റ് കിട്ടിയത് ഇവർക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം വളരെ സന്തോഷത്തിൽ ഓടി ചാടി നടക്കുന്ന ഒരു കുട്ടിയുണ്ട്. എന്തായിരുന്നു പേര്? ജാൻവി. ജാൻവി. എങ്ങനെയുണ്ട്, സന്തോഷായോ? നല്ല സന്തോഷം. ഇതിനു മുന്നേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയുണ്ട് ഇപ്പോ ഒരു ഫസ്റ്റ് കിട്ടിയപ്പോഴുള്ള ഒരു? നല്ല സന്തോഷം. ഒരു ജില്ലയിൽ പോണം. ആദ്യമായിട്ട് കലോത്സവത്തിൽ തന്നെ ആദ്യമായിട്ട്. ഓ, ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അതിൽ തന്നെ ഫസ്റ്റ് അടിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു, ആരായിരുന്നു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത്? അമ്മയും അച്ഛനും എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, ഈ കലോത്സവത്തിന് നാടകത്തിന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് കിട്ടിയപ്പോ എങ്ങനെയുണ്ട്, സന്തോഷായോ? സന്തോഷായി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വളരെ സന്തോഷമായി. പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഫസ്റ്റ് കിട്ടുമെന്ന്. അതെ, മികച്ച നടനാണെന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നും പറയല്ലേ, നല്ല സന്തോഷമായി. ഞാൻ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ നിന്നും എനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള കിട്ടിനു. അപ്പം ഞാൻ 3 കൊല്ലമായിട്ട് നാടകം അഭിനയിക്കുന്നുണ്ട്. വളരെ സന്തോഷമായി ഇപ്രാവശ്യം കിട്ടിയാലോ. ഇനി ജില്ലയിൽ പോയിട്ട് നല്ല തകർത്ത് അഭിനയിക്കണം. ഓൾ ദ ബെസ്റ്റ്. അപ്പോ എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണുള്ളത്. 1ാം സ്ഥാനം കിട്ടി ജില്ലയിലേക്ക് പോവുക എന്നതിന്റെ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഓരോ കുട്ടികളും സാറും ഒക്കെ ഉള്ളത്.